10 വർഷത്തിലാകെ 83 കോടി രൂപയോ ബജറ്റിൽ വെച്ചിട്ട് ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഈ 1033 കോടിയുടെ പ്രഖ്യാപനം ഈ ജനുവരിയിൽ നടത്തുകയും അത് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 1033 കോടിയുടെ പ്രഖ്യാപനം വരുന്നു, അതാ വികസനം വരുന്നു എന്ന മട്ടിലല്ല ഈ സമുദായാംഗങ്ങളൊന്നും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കേസുകൾ, അതായത് ഈ നാമജപ ഘോഷയാത്രയിലെ കേസുകൾ അത് പിൻവലിക്കുക, അതൊരു വശത്ത് നടക്കുന്നു. ഇനി അപ്പുറത്ത് സുപ്രീം കോടതിയിലുള്ള സത്യവാങ്മൂലം, അത് പിൻവലിക്കുമോ, അതിൽ മറ്റൊരു നിലപാടെടുക്കുമോ, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അതല്ല NSSന് പ്രത്യേകമായി മറ്റെന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? അതെന്തായാലും അറിയാം, അത് വോട്ടാകുമോ എന്നും അറിയാം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ NSSനെ വിമർശിക്കാനും വയ്യ, BJPക്കും അതെ. BJPക്ക് ബദൽ സംഗമം അവിടെ നടത്തിയിട്ട് എന്താണ് പറ്റിയത്? അവിടെ ഒരു തീവ്ര കാഷായധാരി അവിടെ വന്നിട്ട് തീവ്ര പ്രസംഗം, ബാബർ സമയത്ത് തന്നെ മോശമായി പറയുന്നു, തീവ്ര മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുന്നു. അത് തിരിച്ചടിയാകുന്നു. അതിനെ NSSും വിമർശിക്കുന്നു. NSSന്റെ പ്രതിനിധിയെ അങ്ങോട്ട് അയച്ചതുമില്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസിനായാലും അപ്പുറത്ത് ബദൽ സംഗമത്തിലൂടെ വോട്ട് നേടാമെന്ന് പ്രതീക്ഷിച്ച BJPക്കായാലും തിരിച്ചടിയാണ്. BJP സമയത്ത് പന്തളത്ത് തദ്ദേശ അവിടെ മുനിസിപ്പാലിറ്റി അവരാണ് ഭരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതും തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവരുടെ ബദൽ സംഗമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിപൂർവ്വം ഇക്കാര്യത്തിൽ ഭരണപക്ഷം അല്പം മുന്നോട്ട് തന്നെ പോയിരിക്കുന്നു.